ഉത്തർപ്രദേശിലെ ഒരു ഉത്തർപ്രദേശിലെ ഒരു ഗോശാല അല്ലെങ്കിൽ ഈ പശുക്കളെയൊക്കെ പരിചരിക്കുന്ന ഒരു കേന്ദ്രം. ആ കേന്ദ്രത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ആ കേന്ദ്രത്തിൽ അതിൻ്റെ ചുമരുകളിൽ എഴുതി വച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ക്യാൻസർ വാർഡ്, ഐ സി യു വാർഡ്, ക്യാൻസർ വാർഡ് എന്നൊക്കെ അതിൻ്റെ ആ ചുമരുകളിൽ എഴുതി വെച്ചതും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വലിയ ദയനീയമായിട്ട് തോന്നി. കാരണം അവിടെയുള്ള ഓരോ പശുക്കളുടെയും മിക്കതിൻ്റെയും അവസ്ഥകളെന്ന് പറയുന്നത് വലിയ ദയനീയമായ കാഴ്ചയാണ്. ചിലതൊക്കെ ചത്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചിലതൊക്കെ വലിയ ഗുരുതരമായ ഒരവസ്ഥയിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചിലതൊക്കെ കുറച്ച് ഉഷാറൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും യു.പിയിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിത് കാണുന്നത്. യു.പിയിൽ നിന്ന് ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് മറ്റൊരു കാര്യമാണ്. പറയാനുള്ളത് പ്രവാസി സുഹൃത്തുക്കളോടാണ് പറയാനുള്ളത്. നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ നമ്മൾ ബീഫൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നല്ല സുലഭമായിട്ട് നല്ല ബീഫ്, നല്ല അടിപൊളിയായിട്ടുള്ള സാധനം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരൊക്കെ ആശ്രയിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റുകളിൽ വരുന്ന പാക്ക് ചെയ്ത് വരുന്ന ബീഫുകളാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റേത് ഈ പറയുന്ന ലോക്കലി കട്ട് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഫ്രഷ് ബീഫുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഈ പാക്ക് ചെയ്ത് വരുന്ന ബീഫുകളാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ബീഫുകളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. കാരണം നമ്മളൊരു പ്രവാസി ആയതുകൊണ്ട്, മുൻകാലങ്ങളിൽ അത്തരം അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടും സ്വാഭാവികമായിട്ടും ഇത്തരം ബോബി വീല് എന്നും ഒക്കെ പേരിട്ട് വിളിക്കുന്ന പലതരത്തിലുള്ള ബീഫുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രവാസി സുഹൃത്തുക്കൾ മാക്സിമം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് വല്ല ചിന്തയുമുണ്ടെങ്കിൽ 1 റിയാലോ അല്ലെങ്കിൽ 10 ദിർഹംസോ കൂടുതൽ കൊടുക്കേണ്ടി വന്നാലും നിങ്ങളെന്താക്കുക, നിങ്ങൾ മാക്സിമം ഫ്രഷ് ബീഫ് വാങ്ങിയിട്ട് അത് കഴിക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എസ്പെഷ്യലി ഈ പാക്ക്ഡ് ഫ്രോസൺ ബീഫുകൾ വലിയ രീതിയിൽ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്, അതിൻ്റെ ഈ പറയുന്ന അതിൻ്റെ ഇതിനെക്കുറിച്ച് നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു ചിന്ത നമ്മൾ നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും യു.പിയിൽ നിന്ന് ഏറ്റവും അധികം ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം യു.പി ആണ്. രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ബീഫ് കയറ്റുമതി ചെയ്യപ്പെടുന്ന സംസ്ഥാനം യു.പി ആണ്. ഈ ഉത്തർപ്രദേശിൽ ഇത്രയധികം പശു ഗോമാതാവാണ്, പശു ആരാധനാമൂർത്തിയാണ്. പശുവിനെ തൊടാൻ പാടില്ല, പശുവിനെ വിൽക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല, ഒന്നും പാടില്ല. അങ്ങനത്തെ നാട്ടിൽ നിന്ന്, ആ യു.പിയിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയധികം ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് ഈ ഗോശാലകളിൽ കഴിഞ്ഞ ദിവസം ഞാൻ യു.പിയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോ ഞാൻ പങ്കുവച്ചിരുന്നു. കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ചെറുപ്പക്കാർ ഈ ഒരു ഗോശാലയിൽ, യു.പിയിലെ ഗവൺമെൻറ് നടത്തുന്ന ഒരു ഗോശാലയിലെത്തി. അന്ന് വരുമ്പോൾ ഒരു 400-500 പശുക്കൾ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം, ഈ കഴിഞ്ഞ ദിവസം അവർ വീണ്ടും അവിടെ എത്തിയപ്പോൾ അവിടെ ആകെ ഉള്ളത് ഒരു 40, 30, 40, 50 പശുക്കൾ മാക്സിമം, അത്രയാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ഈ 400-500 പശുക്കൾ ഉണ്ടായത് എവിടെ പോയി എന്നുള്ള ചോദ്യം അവർ തന്നെ, യു.പിയിലെ ആളുകൾ തന്നെ ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം അസുഖമാവുകയും ഒക്കെ ചെയ്യുന്ന പശുക്കളെ പിന്നീട് കോർപ്പറേറ്റ് അറവുശാലകളിലേക്കാണ് എത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം അസുഖങ്ങൾ വന്ന് ചത്തുപോയ പശുക്കളെയാണ് കട്ട് ചെയ്ത് സ്ലോട്ട് ചെയ്ത് കയറ്റുമതി ചെയ്ത് അവിടെ എത്തിയിട്ട് വാങ്ങി തിന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ പ്രശ്നം അത് കഴിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലും ഉണ്ടാകും എന്നുള്ളത് പ്രവാസികളൊന്ന് ചിന്തിക്കുക. മനസ്സിലായില്ലേ? കാരണം വലിയ കാശൊക്കെ കൊടുത്ത്, വലിയ പൈസയൊക്കെ കൊടുത്ത് ബീഫിനോടുള്ള വലിയ ആഗ്രഹം കാരണം
ഇതൊക്കെ വലിയ രീതിയിൽ കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞ് ഇത് സ്ഥിരമാകുമ്പോൾ എന്താ പ്രശ്നം? ഇത്തരം മീറ്റുകൾ കഴിക്കുമ്പോൾ അതിൻ്റെതായ പ്രതിഫലനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ പ്രവാസികൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ. നിങ്ങൾ ബീഫ് കഴിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്, ബീഫൊക്കെ നിങ്ങൾ നന്നായിട്ട് കഴിക്കണം. അപ്പോൾ അത് കഴിക്കുമ്പോൾ നിങ്ങൾ വാങ്ങി കഴിക്കുന്നത് അത് ഏതാണ്, അതൊരു ക്വാളിറ്റി ഉറപ്പുവരുത്താൻ കഴിയുന്നത് തന്നെയാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ആര് ഉറപ്പുവരുത്തുക? വാങ്ങി കഴിക്കുന്ന നമ്മൾ. മനസ്സിലായില്ലേ? എക്സ്പോർട്ടിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉറപ്പുവരുത്തേണ്ട ഒരാവശ്യകതയും ഉണ്ടാവില്ല. അപ്പോൾ അവർ വേണ്ട വിധത്തിൽ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യും. ഇത് ചെയ്യുമ്പോൾ, ഇത് പറയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു കാര്യം, ഇപ്പം രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വലിയ രീതിയിൽ എന്താ പറയേണ്ടത്, ബീഫിൻ്റെ പേരിലുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആ അക്രമത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, രാജ്യത്ത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും ദലിതരുമാണ് ഈ വിഷയത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലേ? എന്നാൽ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്ന ബീഫ്, ഈ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികളുടെ അല്ലെങ്കിൽ ബീഫ് എക്സ്പോർട്ടിംഗ് അറവുശാലകൾ, ആ അറവുശാലകളുടെ മുമ്പിൽ നിങ്ങൾ ഏതെങ്കിലും ഈ ഗോ സംരക്ഷണ ആളുകൾ, സംരക്ഷകർ വന്നിട്ട് പ്രതിഷേധങ്ങൾ നടത്തുന്നതോ അക്രമങ്ങൾ അയച്ചു വിടുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് ബീഫ് കടത്തി, ബീഫ് കഴിച്ചു, ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് സാധാരണക്കാരനെതിരെ അക്രമം നടത്തുന്നത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുമുണ്ടാകും. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്ന ചില ബീഫുകളുണ്ട്. അതിലൊന്ന് ഈ പറയുന്ന അൽ കബീർ എന്ന് പറയുന്ന ബീഫാ. ഈ ബീഫ് കയറ്റുമതി ചെയ്യുന്ന ആളുകൾ ആരാ? ഏതെങ്കിലും മുസ്ലിമാണോ? ഏതെങ്കിലും ദലിതരാണോ? നല്ല ഒന്നാം തരം UP-യിൽ നിന്നുള്ള യോഗി ആദിത്യനാഥുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന, BJP-യുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സതീഷ് സഹോദരങ്ങളാണ്, സതീഷും അതുലും. സതീഷ് സബർവാൾ, അതുൽ സബർവാൾ, ഇവർ രണ്ടുപേരുമാണ് ഈ അൽ കബീർ എന്ന് പറയുന്ന ബീഫ് എക്സ്പോർട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനി അവരുടെ ഓണർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരാൾ എന്ന് പറയുന്നത് അറേബ്യൻ എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡാ. ഓണർ നെയിം എന്താ? സുനിൽ കപൂർ. MKR ഫ്രോസൺ ഫുഡ് എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് മിസ്റ്റർ മദൻ അബോട്ട്. അൽനൂർ എക്സ്പോർട്ടേഴ്സ് സുനിൽ സൂദ് ആൻഡ് അജയ് സൂദ്. AOV എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അറോറ ഫാമിലി. സ്റ്റാൻഡേർഡ് ഫ്രോസൺ കമാൽ കാന്ത് വർമ്മ. ഇപ്പോൾ ഇത്തരം ആളുകൾ എന്ന് പറഞ്ഞാൽ സംഘ് പരിവാറുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അടുത്ത ബന്ധമുള്ളവരും ഇവരുടെയൊക്കെ ഈ ബീഫ് എക്സ്പോർട്ടിങ്ങിലൂടെ ലഭിക്കുന്ന പണത്തിൻ്റെ ഒരു പങ്ക് BJP-യുടെ അക്കൗണ്ടിലേക്ക് സംഭാവനയായി നൽകുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇത്തരം ബീഫ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നവർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കമ്പനികളുടെ പേര് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ്, ആ കമ്പനി അവിടെ വരുമ്പോൾ അൽ കബീർ ആയിരിക്കും, അങ്ങനെ മറ്റ് പലതും ആയിരിക്കും, അറബിക് പേരുകളായിരിക്കും. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ മുകളിൽ ഹലാൽ സ്റ്റിക്കറും കാണുമ്പോൾ, ഹലാലാവണമെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചാൽ മാത്രം പോരാ, ഹലാലാവണമെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കണമെന്നുമില്ല. ഹലാലാവുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അപ്പോൾ പ്രവാസി സുഹൃത്തുക്കളോട് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. വളരെ കൃത്യമായിട്ട് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങി കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് പാചകം ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്ന ബീഫ്, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളമാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ പ്രവാസികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജോലിക്കാർ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ പറയുന്ന ഫാമിലിയൊക്കെ ആയിട്ട് ഇപ്പോൾ ദുബൈയിലാണെങ്കിലും മസ്കറ്റിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും കുവൈത്തിലാണെങ്കിലും സൗദിയിലാണെങ്കിലും ഒന്നും ജീവിക്കുന്ന ആളുകളെ കുറിച്ചല്ല. സാധാ ബാച്ചിലേഴ്സ് ആയിട്ട് അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് 2 വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരുന്ന രീതിയിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ വാങ്ങിക്കഴിക്കുന്നത് ഈ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം ഫ്രോസൺ ബീഫുകളാണ്.
ഇത്തരം പാക്ക്ഡ് ബീഫുകളാണ്. അപ്പോൾ അവർ ബീഫ് കഴിച്ചില്ലെങ്കിൽ ഇല്ല എന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മാസത്തിൽ 4 തവണയാണ് ബീഫ് കഴിക്കുന്നതെങ്കിൽ ആ മാസത്തിൽ 4 തവണ എന്നുള്ളത് 2 തവണയാക്കി മാറ്റിയിട്ട് ഫ്രഷ് ബീഫുകൾ, അവിടെ ലോക്കലി സ്ലോട്ട് ചെയ്യുന്ന ബീഫുകൾ അറുത്ത് സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആകുന്ന ബീഫുകൾ അത് കണ്ടെത്തിയിട്ട് 10 ദിറംസ് കൂടിയാലും കുഴപ്പമില്ല അത് കഴിക്കുക എന്നുള്ള ലെവലിലേക്ക് മാറി ചിന്തിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം പാക്ക്ഡ് ബീഫുകളൊന്നും നമ്മളെന്തായാലും കേരളത്തിൽ ആരും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ അറിയുന്ന, നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള, നമ്മുടെ അയൽവാസിയായിട്ടുള്ള ആളുകൾ നടത്തുന്ന ബീഫ് വിൽക്കുന്ന കടകളിലൊക്കെ പോയിട്ടാണ് നമ്മളിതൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു ജെന്യൂനിറ്റി നമുക്ക് സ്വാഭാവികമായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സുരക്ഷിതത്വം എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അസുഖം വന്ന് ചത്തുപോയ സാധനങ്ങളെ ഒന്നും കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് എന്താക്കുന്നില്ല, നമ്മളവിടെ വിൽപ്പന നടത്തുന്നില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ബീഫുകൾ വാങ്ങിക്കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതേക്കുറിച്ച് നമ്മളൊരു ജാഗ്രത കാണിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. കാരണം പ്രവാസികൾ എല്ലാവരും ഈ പറയുന്ന വലിയ ഹൈ ലെവൽ ലൈഫ് എന്നല്ല അവിടെ ജീവിക്കുന്നത്. 10-12 മണിക്കൂർ ജോലി, വീട്, ജോലി, റൂം ജോലി റൂം, അങ്ങനെ കഴിയുന്നവരാണ് മിക്ക ആളുകളും, മനസ്സിലായില്ലേ? അപ്പോൾ കുടുംബങ്ങളെയൊക്കെ വിട്ട് അവിടെ പോയി കഷ്ടപ്പെടുമ്പോൾ, നാട്ടിലുള്ള കുടുംബത്തിന് വേണ്ടി അവിടെ വന്ന് കഷ്ടപ്പെടുമ്പോൾ, ഫാമിലിക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ അവിടെ ചെന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം, അതിപ്പോൾ ഈ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും എവിടെയും 12 മണിക്കൂർ ജോലി ഉണ്ടാ? നമ്മളെ കേരളത്തിലുണ്ടാ 12 മണിക്കൂർ ജോലി? പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ ഈ പ്രവാസികളായിട്ട് പോകുന്ന ആളുകൾ, മിക്ക ആളുകളും 12 മണിക്കൂർ ജോലിയാണ്, 90% ആളുകളും, അല്ലേ? അപ്പോൾ ഇതൊക്കെ, ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്നത് കുടുംബത്തിനാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കഴിക്കുന്ന ബീഫിൻ്റെ ക്വാളിറ്റി, സുരക്ഷിതത്വം, അത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത്രയധികം വലിയ രീതിയിൽ പശുക്കൾ സംരക്ഷിക്കപ്പെടുന്ന UP-യിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും വലിയ കയറ്റുമതിയൊക്കെ ചെയ്യുന്ന കമ്പനികൾ UP-യിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൃത്യമാണ് ഈ പറയുന്ന പശു സംരക്ഷണത്തിൻ്റെ പറവിൽ അവിടെ നടക്കുന്നത് ഈ കോർപ്പറേറ്റ് അറവുശാലകൾക്ക് ഓശാന പാടുന്ന ഏർപ്പാടുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ കയറ്റുമതി ചെയ്യുന്ന ബീഫുകളിൽ അവർ എന്താണെങ്കിലും ഈ പറയുന്ന ഞാൻ പേരുകൾ വായിച്ച ഒരൊറ്റ മുതലാളിമാരും അതിൻ്റെ ഒരു കഷ്ണം പോലും അവർ ടേസ്റ്റ് ചെയ്യുക പോലും ചെയ്യൂല. കാരണം അതിൽ അവർക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാസികൾ അവർക്കും എന്ത് കുഴപ്പമില്ല, നിങ്ങൾ ഇതൊക്കെ കഴിച്ച് നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് റിയാക്ട് ചെയ്താൽ ഈ പറയുന്ന ആളുകൾക്ക് അവരുടെ കാശ് കിട്ടും, മനസ്സിലായില്ലേ? പക്ഷേ നമുക്ക് നമ്മുടെ ശരീരമാണ് വലുത്, നമ്മുടെ ആരോഗ്യമാണ് വലുത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാവുക. ഇത് പ്രവാസികളെ മാത്രം അവരെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണിത്.